ഹലോ സ്റ്റുഡൻസ്, അപ്പം നമ്മൾ ഇന്ന് ഒരു പുതിയ ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. ദാറ്റ് ഈസ് ലൈറ്റ്, അല്ലേ? അപ്പം നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ മുതൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് എന്ത് ലൈറ്റ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പം ഇന്ന് നമ്മൾ ലൈറ്റിൻ്റെ ബേസിക് കോൺസെപ്റ്റ് മുതൽ നമ്മൾ ഇന്ന് പഠിച്ചു തുടങ്ങാൻ പോവുകയാണ്. ഓക്കെ, അപ്പം എന്താണ് ലൈറ്റ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അല്ലേ? നമ്മൾ ഡെയിലി കാണുന്നതാണ്. ലൈറ്റിൻ്റെ ഏറ്റവും വലിയ സോഴ്സ് നിങ്ങൾക്ക് അറിയോ? ഏറ്റവും മനോഹരമായ, ഏറ്റവും നിങ്ങൾ ഡെയിലി കാണുന്ന ലൈറ്റിൻ്റെ അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സോഴ്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സൺ ആണല്ലോ, അല്ലേ? നമുക്ക് നിത്യജീവിതത്തിൽ ലൈറ്റ് തരുന്നത് ആരാണ്? സൂര്യനാണ്, അല്ലേ? അപ്പോൾ ലൈറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ തീർച്ചയായും ഓർക്കേണ്ട ഒരാളാണ് എന്ത്? ദ സോഴ്സ് ഓഫ് ലൈറ്റ്. നമ്മുടെ നേച്ചറിലുള്ള മെയിൻ സോഴ്സ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് ആരാണ്? ദാറ്റ് ഈസ് സൺ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ ലൈറ്റ് എന്ന് പറയുന്നത്? നിങ്ങൾ എന്താണ് ഈ ലൈറ്റിന് ഉദ്ദേശിക്കുന്നത്? അപ്പം നിങ്ങൾ അറിഞ്ഞു വെക്കുക, നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ വി ഹാവ് എൻ എനർജി, അല്ലേ? നമ്മുടെ യൂണിവേഴ്സിൽ മൊത്തം എനർജീസ് ആണ്, അല്ലേ? നമ്മൾ കേൾക്കുന്ന സൗണ്ട് ദാറ്റ് ഈസ് ഓൾസോ എൻ എനർജി. നമ്മൾ കാണുന്ന ലൈറ്റ് അതും എന്ത് തന്നെയാണ്? ഒരു എനർജിയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഈ ഫിസിക്സ് പഠിക്കുന്നുണ്ടെങ്കിൽ എല്ലാം ഒരു എനർജിയിൽ നിന്നാണ് എല്ലാം ഉള്ളത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ വാട്ട് യു മീൻ ബൈ ലൈറ്റ്? ഇത്രയും നമ്മൾ പറഞ്ഞതിൽ എന്താണ് ലൈറ്റ് എന്ന് പറയുന്നത്? അപ്പോൾ നിങ്ങളൊരാൾ ചോദിക്കുകയാണ് വാട്ട് ഇസ് ലൈറ്റ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താ? മനസ്സിലാക്കുക, ലൈറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി. ലൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? എനർജിയുടെ ഒരു ഫോം ആണ് എന്താ? നമ്മുടെ ലൈറ്റ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ വേറെ ഡിഫറെൻറ്റ് ഫോംസുകളൊക്കെ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാകാം. വേറെ എന്തൊക്കെ ഡിഫറെൻറ്റ് ഫോംസ് ഉണ്ട് ലൈറ്റ് എനർജി അല്ലാതെ? ഹീറ്റ് എനർജി ഉണ്ട്, അല്ലേ? സൗണ്ട് എനർജി, മെക്കാനിക്കൽ എനർജി, അങ്ങനെ പലതരം എനർജികളുണ്ട്. അതിലുള്ള ഒരു ടൈപ്പ് ഓഫ് എനർജിയാണ് എന്ത്? നമ്മൾ ഈ കാണുന്ന ലൈറ്റ് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന എനർജിയാണ് ഏത്? സൂര്യനിൽ നിന്ന് വരുന്ന നമ്മുടെ ലൈറ്റ്, അല്ലേ? അപ്പോൾ അതാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സോഴ്സ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. എന്താണ് സോഴ്സ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്? ഏതാണ്? ദാറ്റ് ഈസ് സൺ. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. അങ്ങനെ അതിനുള്ള ഉത്തരങ്ങളാണ് നമുക്കിനി കണ്ടുപിടിക്കേണ്ടത്. ക്യാൻ യു സീ ഒബ്ജക്ട്സ് ഇൻ ഡാർക്ക്? ഇരുട്ടുള്ള മുറിയിൽ അല്ലെങ്കിൽ ദാറ്റ് മീൻ ഇൻ ദ ആബ്സെൻസ് ഓഫ് ലൈറ്റ് നിങ്ങൾക്ക് ഏതെങ്കിലും വസ്തുക്കളെ കാണാൻ സാധിക്കുമോ? എനി ഓബ്ജക്റ്റ്, നിങ്ങൾക്ക് ഏതെങ്കിലും ഒബ്ജക്റ്റുകളെ നല്ല ഇരുട്ടുള്ള നല്ല ഡാർക്കായ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ഒബ്ജക്ട്സുകളെ കാണാൻ സാധിക്കുമോ? ഉണ്ടോ ഇല്ലയോ? മനസ്സിലൊന്ന് ആലോചിക്കുക. If no, then we can say we need a source of light. അപ്പോൾ നമ്മൾ അറിയാം, നമുക്ക് ഇരുട്ട് അല്ലെങ്കിൽ നല്ല ഡാർക്ക് റൂമിൽ നമുക്ക് അവിടെ ഒരു ഒബ്ജക്ട്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കാണാൻ സാധിക്കില്ല. ഇഫ് നമ്മുടെ കയ്യിൽ ഒരു ഫ്ലാഷോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു മൊബൈലോ നമ്മുടെ കയ്യിൽ ടോർച്ചോ എനിത്തിങ് ഒരു ലൈറ്റ് സോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കാണാൻ സാധിക്കുള്ളൂ? നമ്മുടെ റൂമിലുള്ള ഓരോ ഒബ്ജക്റ്റുകളെയും നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. സോ അതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലായത്? We need a source of light. We need a source of light. That means we need a light. നമുക്കൊരു വസ്തു കാണണമെങ്കിൽ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് കാണണമെങ്കിൽ നമുക്ക് എന്ത് ആവശ്യമുണ്ട്? We need light. നമുക്ക് എന്ത് ആവശ്യമുണ്ട്? ലൈറ്റ് ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ടു മേക്ക് ദ ഒബ്ജക്റ്റ് വിസിബിൾ നമുക്ക് എന്ത് ആവശ്യമുണ്ട്? സോഴ്സ് ഓഫ് ലൈറ്റ് ആവശ്യമുണ്ട്. നമുക്ക് ഓരോ ഒബ്ജക്റ്റുകളെയും കാണണമെങ്കിൽ. Then it is the light which makes things visible to us. നമ്മൾ ഓരോ വസ്തുക്കളെയും നമ്മുടെ ചുറ്റുമുള്ള ഓരോ ഒബ്ജക്റ്റുകളെയും കാണാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്കിവിടെ ലൈറ്റ് ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെക്കുക, ലൈറ്റിന്റെ പ്രസൻസ് കൊണ്ട് മാത്രമേ നമുക്ക് നമ്മുടെ കണ്ണുണ്ടായാൽ പോരാ, നമുക്ക് എന്തുകൂടെ ആവശ്യമുണ്ട്? ലൈറ്റ്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, നമുക്കിവിടെ ഒരു ആപ്പിൾ ഉണ്ട്, അല്ലേ? ഓക്കെ, എങ്ങനെയാണ് നമുക്കൊരു വസ്തു അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്കൊരു ഒബ്ജക്റ്റിനെ നമുക്ക് കാണാൻ സാധിക്കുക? ദാറ്റ് മീൻ ഞാൻ പറഞ്ഞു, ഒരു ലൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഒബ്ജക്റ്റുകളെയും കാണാൻ സാധിക്കും എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ലൈറ്റ് ഉണ്ട്, എനിക്ക് കണ്ണുമുണ്ട്, കുറേ ഒബ്ജക്റ്റുകളും എൻ്റെ ചുറ്റിനുണ്ട്. എങ്ങനെയാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്? നമുക്ക് നോക്കാം. eyes alone cannot see any object. നമുക്ക് കണ്ണുണ്ടായാൽ മാത്രം പോരാ, നമുക്ക് എന്തുകൂടെ ആവശ്യമുണ്ട്? We need light. Eyes can see when light comes from an object and enter into our
eyes. That mean നമ്മുടെ കണ്ണിലേക്ക് നമുക്ക് വെറും നമ്മുടെ കണ്ണുള്ളത് കൊണ്ട് നമുക്ക് എല്ലാ ഒബ്ജക്റ്റുകളെയും കാണാമെന്ന് വിശ്വാസം അങ്ങനെയല്ല. നമുക്ക് എന്ത് ആവശ്യമുണ്ട്? ലൈറ്റ് ആവശ്യമുണ്ട്. എങ്ങനെയാണ് നമ്മൾ ഇതിന്റെ പ്രോസസ് എന്ന് വെച്ചാൽ, ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ ഒരു ആപ്പിൾ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ? യെസ്. അപ്പൊ എനിക്ക് ഈ ഒരു പിക്ചർ എനിക്ക് എൻ്റെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കാം? ബിക്കോസ് എൻ്റെ ഈ റൂമിൽ എന്തുണ്ട്? ലൈറ്റ് ഉണ്ട്. സോ ഹൗ, എങ്ങനെയാണ് അതിന്റെ പ്രോസസ് എന്ന് നോക്കാം. ഓക്കെ, ജസ്റ്റ് ഇമാജിൻ ഇതൊരു ആപ്പിൾ ആണ്. എൻ്റെ കയ്യിൽ ഒരു ആപ്പിൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ആപ്പിളിലേക്ക് എൻ്റെ ഈ റൂമിൽ ഉണ്ടായിരിക്കുന്ന എല്ലാ ലൈറ്റുകളും എൻ്റെ ഈ ആപ്പിളിലേക്ക് എന്തുണ്ടാവും? എത്തുന്നു. ദാറ്റ് മീൻ അവരെന്താണ്? ഈ ആപ്പിളിലേക്ക് ഈ ഓരോ റിഫ്ലക്റ്റഡ് റേസ് ഓരോ റേസുകളും ആപ്പിളിലേക്ക് എത്തുന്നു. ആപ്പിളിൽ എത്തിയതിന് ശേഷം ഇവിടെ ഒരു ഫിനോമിന, ഒരു ലൈറ്റിന്റെ ഒരു പെർട്ടിക്കുലർ ഫിനോമിന ഉണ്ട്. അതിന് പറയുന്ന പേരാണ് റിഫ്ലക്ഷൻ. എന്താണ്? റിഫ്ലക്ഷൻ. ഇപ്പൊ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ഫിനോമിന ഇവിടെ നടക്കുന്നു. ദാറ്റ് മീൻ ജസ്റ്റ് ഒന്നുമില്ല, നമ്മുടെ റേ ഓഫ് ലൈറ്റ് വരുന്നു, തട്ടിത്തെറിച്ച് നമ്മുടെ കണ്ണുകളിലേക്ക് എത്തുന്നു. ഓക്കെ, റേ ഓഫ് ലൈറ്റ്, എവിടെ നിന്നോ ഒരു റേ ഓഫ് ലൈറ്റ് വരുന്നു, നമ്മുടെ ഓരോ ഒബ്ജക്റ്റുകളിലേക്കും തട്ടുന്നു, തിരിച്ച് ആ തട്ടിത്തെറിച്ച് വരുന്നത് എങ്ങോട്ടാണ്? നമ്മുടെ ഐകളിലേക്കാണ്, നമ്മുടെ കണ്ണിലേക്കാണ്. അങ്ങനെ നമ്മുടെ കണ്ണിലേക്ക് എത്തുകയാണെങ്കിൽ നമുക്ക് അവിടെ ആ ഒബ്ജക്റ്റിനെ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പൊ എങ്ങനെയാണ്? റേ ഓഫ് ലൈറ്റ് വരുന്നു, എൻ്റെ ഈ ആപ്പിളിലേക്ക് തട്ടുന്നു, തെറിച്ച് എൻ്റെ കണ്ണിലേക്ക് ആ റേ എത്തുന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ ആപ്പിൾ ഉണ്ടെന്ന് കാണാൻ സാധിക്കും. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ഓരോ ഒബ്ജക്റ്റുകളിനെയും നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്നത്. ഇഫ് ദർ ഇസ് ആബ്സെൻസ് ഓഫ് ലൈറ്റ്, അവിടെ ലൈറ്റ് ഇല്ല എന്ന് വിചാരിക്കുക, നമുക്ക് അവിടെ റേ ഉണ്ടോ? ഇല്ല, റേ ഇല്ല, അവിടെ റിഫ്ലക്ഷൻ നടക്കുന്നില്ല. സോ നമുക്ക് ഇവിടെ ആപ്പിൾ ഉള്ളതായിട്ട് കാണുന്നുമില്ല. ഓക്കെ, അപ്പോ ലൈറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, സി ദ ലൈറ്റ് മേ have been emitted by the objects or may have been reflected by it. That mean ഇതെന്ത് ചെയ്യുന്നു? ഈ ഒബ്ജക്റ്റുകൾ റിഫ്ലക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് അവിടെ ആ ഒരു പെർട്ടിക്കുലർ പ്ലേസിൽ ആ ഒബ്ജക്റ്റ് ഉണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. ഇഫ് ദർ ഇസ് ആബ്സെൻസ് ഓഫ് ലൈറ്റ്, അവിടെ ആബ്സെൻസ് ആണ്, ലൈറ്റ് ആബ്സെൻസ് ആണെങ്കിൽ നമുക്ക് അവിടെ ഒബ്ജക്റ്റ് ഉണ്ടെന്ന് കാണാൻ സാധിക്കുമോ? ഇല്ല. സോ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. നമുക്ക് ഓരോ വസ്തുക്കളെയും കാണണമെങ്കിൽ നമുക്ക് എന്ത് ആവശ്യമുണ്ട്? ലൈറ്റ് ആവശ്യമുണ്ടെന്ന് ഓർത്ത് വെക്കാം. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ഓക്കെ, അപ്പൊ ലൈറ്റിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യൂസ്ഫുൾ കാര്യമാണ്, നമുക്ക് ഓരോ ഒബ്ജക്റ്റുകളെയും കാണാൻ ഹെൽപ്പ് ചെയ്യുന്ന ആരാണ്? കണ്ണ് മാത്രം പോരാ, എന്തുകൂടെ ആവശ്യമുണ്ട്? വി നീഡ് ലൈറ്റ്. ഓക്കെ, സോ ദിസ് ഇസ് ദ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ. നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ആണ്. ലൈറ്റ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി കാണും അല്ലെ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നോക്കാം എങ്ങനെയാണ് നമുക്ക് ആദ്യമായിട്ട് ലൈറ്റിനെ പറ്റി പഠിക്കുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് പഠിക്കേണ്ട കുറച്ച് ടേമുകളുണ്ട്. ആ ടേമുകളിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങി വളരെ സിമ്പിൾ ചാപ്റ്റർ ആണ്. ഒന്ന് കേട്ട് മനസ്സിലാക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ലൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് ടേമുകൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് അതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെയുള്ള കുറച്ച് ടേമുകളാണ് നിങ്ങൾ ഓൾറെഡി എല്ലാ ക്ലാസ്സുകളിലും പഠിച്ചു കഴിഞ്ഞതാണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക എന്ന് മാത്രം. ഓക്കെ, വെരി സിമ്പിൾ, ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. ഓക്കെ, ദ ഫസ്റ്റ് വൺ, നിങ്ങൾ ഇതിന് മുൻപായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. സി, ദിസ് ഇസ് ആൻ ആരോ. യു ക്യാൻ സീ, നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ദിസ് ഈസ് എ റേ ഓഫ് ലൈറ്റ്. നമ്മൾ ലൈറ്റിനെ നമ്മുടെ ബുക്കിലേക്കും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലേക്കും നമ്മൾ വരയ്ക്കുന്നത് ഈ ഒരു രീതിയിലാണ്. ദാറ്റ് മീൻ നമ്മുടെ ലൈറ്റിനെ ഞാൻ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ ഒരു രീതിയിലാണ്. ഓക്കെ, അപ്പോൾ ദ റേ ഓഫ് ലൈറ്റ് ഇസ് കമ്മിങ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ ആപ്പിളിലേക്ക്, എൻ്റെ കയ്യിലുള്ള ഒരു ആപ്പിളോ എനിത്തിങ്, ഏതെങ്കിലും ഒരു ഫ്രൂട്ടിലേക്ക് എൻ്റെ റേ ഓഫ് ലൈറ്റ് വരുന്നുണ്ട് എന്ന് എനിക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുക? ത്രൂ ദിസ് ആരോ. ആൻഡ് ഈ ആരോ ഡിനോട്ട് ചെയ്യുന്നത് ഇതിന്റെ ഡിറക്ഷനും കൂടിയാണ്. ദാറ്റ് മീൻ എൻ്റെ റേ എങ്ങോട്ടേക്കാണ് പോകുന്നത്, ഇത് എന്തിനാ ഡിനോട്ട് ചെയ്യുന്നത്? ഈ ഒരു ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. ഓക്കെ, എൻ്റെ ലൈറ്റ് ഏതാണ്, ഈ ഡയറക്ഷനിലേക്കാണ് പോകുന്നത് എന്ന് കാണിക്കാനാണ് ഈ ഒരു ആരോ കാണിച്ചിരിക്കുന്നത്. ക്ലിയർ? ഇനി ഇഫ് ദർ ഇസ് n number of rays, if there is n number, that mean 2 or more rays. Okay,
if there is n number of rays, നമ്മൾ ഇതിനെ വിളിക്കുന്ന പേരാണ് it's a beam of light. എന്താണ്? It's a beam of light. This is a ray of light and this is a beam of light. That means രണ്ടോ രണ്ടിൽ കൂടുതലോ ray of light, raysനെ നമ്മൾ പറയുന്ന പേരാണ് എന്താ? It's a beam of light. It's a very basic thing. Okay, ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി നമുക്ക് നമ്മുടെ ഓരോ ടേമുകളിലേക്ക് നമുക്ക് നോക്കാം. Okay, the first one is incident ray. The first one is incident ray. അപ്പോൾ എന്താണ് incident ray എന്ന് നമുക്ക് നോക്കാം. Okay, so just note down ചെയ്യാം. Okay, the first one is incident ray. എന്താണ് ഒരു incident ray എന്ന് നമുക്ക് നോക്കാം. What is incident ray? അപ്പോൾ എന്താണ് ഇൻസിഡന്റ് റേ? നോക്കുക, ഇൻസിഡന്റ് റേ, the light ray which strike any surface, ഏതൊരു സർഫസിലേക്കും നമ്മുടെ ലൈറ്റ് റേ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ എന്ത് വിളിക്കാം? ദാറ്റ് ഈസ് എ ഇൻസിഡന്റ് റേ. ദാറ്റ് മീൻ ജസ്റ്റ് എക്സാമ്പിൾ, ഇവിടെ ഒരു ബുക്ക് ഞാൻ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഈ ബുക്കിലേക്ക് വരുന്ന റേസ്, ദാറ്റ് മീൻ ദ കമ്മിങ് റേസ്, ഒരു ഒബ്ജക്റ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന റേസിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ദാറ്റ് ഈസ് ഇൻസിഡന്റ് റേ. ഓക്കെ, എന്താണ്? ദ ലൈറ്റ് റേ which strike any object, ഏതൊരു ഒബ്ജക്റ്റിനെയും സ്ട്രൈക്ക് ചെയ്യുന്ന റേസിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഇൻസിഡന്റ് റേ. വെരി സിമ്പിൾ, നമ്മുടെ ഒബ്ജക്റ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന റേസിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഇൻസിഡന്റ് റേ എന്ന് വിളിക്കുന്നു. This is the first one. Then the second one is reflected ray. ആ പേരിൽ തന്നെയുണ്ട് റിഫ്ലക്റ്റഡ് റേ. എന്താണ് റിഫ്ലക്റ്റഡ് റേ എന്ന് പറയുന്നത്? റിഫ്ലക്റ്റഡ് റേ എന്ന് പറഞ്ഞു നമ്മളിപ്പോൾ പറഞ്ഞ എന്താ? വന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഒരു ഒബ്ജക്റ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന റേ ആണ് ഇൻസിഡന്റ് റേ. എന്നാൽ നമ്മുടെ ഒബ്ജക്റ്റിൽ തട്ടി തെറിച്ചു പോകുന്ന റേ. ഓക്കെ, ഏതൊരു ഒബ്ജക്റ്റിലേക്കും റേസ് വരുന്നു, തട്ടി തെറിച്ചു പോകും അല്ലെ? അങ്ങനെ തെറിച്ചു പോകുന്ന റേസിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? റിഫ്ലക്റ്റഡ് റേ. ഓക്കെ, ദ റേ ദാറ്റ് കംസ് ബാക്ക് ഫ്രം ആൻ ഒബ്ജക്റ്റ്, ഒരു സർഫസിൽ നിന്നോ ഒരു ഒബ്ജക്റ്റിൽ നിന്നോ തട്ടി തെറിച്ചു പോകുന്ന അല്ലെങ്കിൽ റിഫ്ലക്ട് ചെയ്തു പോകുന്ന റേസിന് നമ്മൾ എന്ത് പറയുന്നു? റിഫ്ലക്റ്റഡ് റേ. ഓക്കെ, അപ്പോൾ അവിടെ ആ ഒരു ഒബ്ജക്റ്റിൽ എന്ത് നടന്നിരിക്കണം? ദ ഫിനോമിന, ഏത് ഫിനോമിന ആയിരിക്കും? റിഫ്ലക്ഷൻ. റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ഫിനോമിന നടന്നതിന് ശേഷം തിരിച്ചു പോകുന്ന റേസിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ? റിഫ്ലക്റ്റഡ് റേ. വെരി സിമ്പിൾ, ഞാൻ പറഞ്ഞു തരാം. സി, ഇതൊരു ബുക്കാണെന്ന് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ജസ്റ്റ് ആ ബുക്ക്. ഓക്കെ, ഈ ബുക്കിലേക്ക് a ray is coming, ഒരു റേ വന്നു. ഓക്കെ, ഈ റേക്ക് നമ്മൾ എന്താ വിളിക്കുക? ദിസ് ഇസ് an incident ray അല്ലേ? ഒരു ഒബ്ജക്റ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന റേ ആണ്. സോ ദിസ് ഇസ് ഇൻസിഡന്റ് റേ. ജസ്റ്റ് ഇനി എൻ്റെ റേ എന്താണ്? തട്ടി, ഈ ബുക്കിൽ തട്ടി തെറിച്ച് പോവുകയാണ്. ഈ ബുക്കിൽ തട്ടി തെറിച്ച് പോകുന്ന ഫിനോമിനയ്ക്ക് നമ്മൾ എന്താ വിളിക്കുക? ദാറ്റ് ഈസ് റിഫ്രാക്ഷൻ അല്ലെ? ഒരു ലൈറ്റ് വരുന്നു, എൻ്റെ ഒബ്ജക്റ്റിൽ തട്ടുന്നു, തെറിച്ചു പോകുന്നു. നമ്മുടെ എന്ത് പറയുന്നു? റിഫ്ലക്ഷൻ എന്ന് പറയുന്നു. അങ്ങനെ ഈ റിഫ്ലക്ഷൻ നടന്നതിന് ശേഷം തിരിച്ചു പോകുന്ന റേക്ക് പറയുന്ന പേരാണ് മക്കളെ എന്താ? റിഫ്ലക്റ്റഡ് റേ. എന്താണ് പറയാ? റിഫ്ലക്റ്റഡ് റേ. അതാണ് ഇത്. ദിസ് ഇസ് എ റിഫ്ലക്റ്റഡ് റേ. And this is incident ray. Very simple. അപ്പോൾ നമ്മൾ ഈ രണ്ട് പോയിന്റുകളും ഓർത്ത് വെക്കുക. The next one is normal. What is normal? എന്താണ് ഒരു നോർമൽ എന്ന് പറയുന്നത്? വെരി ഇമ്പോർട്ടൻറ്റ് തിങ്, വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഇനി ഹയർ ക്ലാസ്സുകളിലേക്കൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ ഈ നോർമൽ വരയ്ക്കാതെ ഒരു റേ ഡയഗ്രംസും വരയ്ക്കരുത്. നിങ്ങൾ ഇനി റേ ഡയഗ്രാംസ് ഒക്കെ വരയ്ക്കും. ആ സമയത്ത് നോർമൽ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അതിനെ കൊണ്ട് വലിയ കാര്യങ്ങളില്ല എന്ന് വിചാരിക്കരുത്. പക്ഷേ ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് തിങ്. നമ്മൾ ഡിസിപ്ലിൻഡ് ആയിട്ട് നമ്മൾ വരയ്ക്കുമ്പോൾ, നമ്മൾ ഓരോ കാര്യങ്ങൾ കൃത്യമായിട്ട് വരയ്ക്കുമ്പോൾ, ഇത് വരയ്ക്കാതെ നമ്മൾ ഒരു റേ ഡയഗ്രാംസും കൃത്യമായിട്ട് വരയ്ക്കരുത്. ബിക്കോസ് അതില്ലാതെ വരയ്ക്കുമ്പോൾ ഇറ്റ് വിൽ ബി നമുക്ക് എന്താണ്, ഒരു കൃത്യത ഉണ്ടായിരിക്കില്ല. ഓക്കെ, സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇത് നമുക്ക് നോക്കാം.
ഇറ്റ്സ് ആക്ച്വലി an imaginary line. അത് ഒരു പെർട്ടിക്കുലർ ലൈൻ ഒന്നുമല്ല, ഇറ്റ്സ് an imaginary line. അതൊരു ഇമാജിനറി ലൈൻ ആണെന്ന് ഓർത്ത് വെക്കുക. ദാറ്റ് ഈസ് നമ്മുടെ ഓബ്ജക്റ്റ് എന്താണോ, ഞാൻ പറഞ്ഞു തരാം, ഇതാണോ നമ്മുടെ ഓബ്ജക്റ്റ് എങ്കിൽ ഈ നമ്മുടെ ഓബ്ജക്റ്റിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന ഒരു ഇമാജിനറി ലൈൻ ആണ് എന്താ, നമ്മുടെ നോർമൽ എന്ന് പറയുന്നത്. എന്താണ്, ഒരു ഇമാജിനറി ലൈൻ ആണ്. നമ്മൾ എന്താണ് ബ്രോക്കൺ ലൈൻസ് അല്ലേ, ദാറ്റ് മീൻ ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കുക. ഓക്കെ, നമ്മൾ ബ്രോക്കൺ ലൈൻസിൽ വരയ്ക്കുന്ന ഒരു ഇമാജിനറി ലൈൻ ആണ് നോർമൽ. നമ്മൾ എങ്ങനെയാ വരയ്ക്കുക, നമ്മുടെ ഒബ്ജക്റ്റ് എന്താണോ, ഏതൊരു സ്ഥലത്താണോ ഉള്ളത് അതിന് പെർപെൻഡിക്കുലർ ആയിട്ട്, ദാറ്റ് മീൻ 90 ഡിഗ്രി. ദിസ് ഇസ് മൈ ഒബ്ജക്റ്റ് അല്ലെ, ഈ ബുക്ക് എന്ന് പറയുന്നതാണ് എൻ്റെ ഒബ്ജക്റ്റ്. ഈ ഒബ്ജക്റ്റിന് 90 ഡിഗ്രി ആയിട്ട് ഞാനിപ്പോ വരച്ചുകൊണ്ടിരിക്കുന്നതാണ് എന്ത്, എൻ്റെ ഈ ഒബ്ജക്റ്റിന്റെ നോർമൽ എന്ന് പറയുന്നത്. ക്ലിയർ? വെരി സിമ്പിൾ. ഒബ്ജക്റ്റിന്റെ 90 ഡിഗ്രി എടുത്ത് നമ്മൾ ഒരു ബ്രോക്കൺ ലൈൻ വരയ്ക്കുന്നു, ദാറ്റ് ഈസ് ദ നോർമൽ. Okay, so an imaginary line making an angle of 90 degree to the line representing the mirror at a point where the incident ray strike the mirror. This line is known as normal to the reflecting surface at that point. That means ഈ നോർമലിന്റെ ആ ഒരു പെർട്ടിക്കുലർ സെന്ററിലായിരിക്കണം ഇൻസിഡന്റ് റേ വരുന്നതും റിഫ്ലക്റ്റഡ് റേ ആ തുടങ്ങുന്നത്. ദാറ്റ് മീൻ നോർമലിലേക്ക് പോയിന്റ് ഔട്ട് ചെയ്തിട്ട് വേണം നമ്മൾ എന്താ റേസിനെ വരയ്ക്കാൻ. ദാറ്റ് മീൻ ഒരു റേ വരുന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ വരയ്ക്കണം, നോർമലിലേക്കായിരിക്കണം വരയ്ക്കേണ്ടത്. ഓക്കെ, ഇനി റിഫ്ലക്റ്റഡ് റേ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒബ്ജക്റ്റിൽ നിന്ന് തട്ടിത്തെറിച്ച് പോകുന്ന റേ ആണ് അല്ലെ. ദാറ്റ് മീൻ നോർമലിൽ നിന്ന് വേണം വരച്ച് നമ്മൾ റിഫ്ലക്റ്റഡ് റേ വരച്ച് തുടങ്ങാൻ. സോ നോർമൽ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് ദ നോർമൽ. എങ്ങനെയാണ് നോർമൽ വരയ്ക്കേണ്ടത് മനസ്സിലായല്ലോ. ജസ്റ്റ് 90 ഡിഗ്രി ടു യുവർ സർഫേസ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ 3 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ദിസ് ഇസ് ദ ബേസിക്, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ മേ ബി പഠിച്ചിട്ടുണ്ടാകാം. പഠിക്കാത്തവർ ഇതൊന്നുകൂടെ കേട്ട് നോക്കാം. ഓക്കെ, സോ ഏതൊക്കെയാണ് നമ്മളിപ്പോൾ പഠിച്ചത്? ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ, നോർമൽ. ഈ 3 കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള നമ്മുടെ ലൈറ്റിനെ പറ്റിയുള്ള പൊതുവെയുള്ള കുറച്ച് ലോസ് എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ചാപ്റ്റർ കൃത്യമായി പഠിക്കാൻ സാധിക്കും എന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, ഏതൊക്കെയാണ്? ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ, നോർമൽ. വെരി സിമ്പിൾ ആണല്ലോ. യെസ്. സി നെക്സ്റ്റ് വൺ ഇസ് ആംഗിൾ ഓഫ് ഇൻസിഡന്റ്. ഈ 3 കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാമെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ഈ 2 കാര്യങ്ങളും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഞാനൊന്ന് വരയ്ക്കുകയാണ്. ഓക്കെ, ജസ്റ്റ് കൺസിഡർ ദിസ് ഈസ് മൈ സർഫസ്. ദിസ് ഈസ് മൈ സർഫസ്. ഇത് എൻ്റെ ഒരു സർഫസ് ആണെന്ന് നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, ആൻഡ് ഞാനൊരു റേ ഡയഗ്രാം വരയ്ക്കാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സർഫസ് വരച്ചു കഴിഞ്ഞ് നമ്മൾ ഉടനെ വരയ്ക്കേണ്ട ഒരു കാര്യമാണ്, ദാറ്റ് ഈസ് നോർമൽ. എന്താണ് നോർമൽ? എൻ്റെ ഈ സർഫസിന്, ദാറ്റ് മീൻ ദ സ്മൂത്ത് സർഫസിന് പെർപെൻഡിക്കുലർ അഥവാ 90 ഡിഗ്രി ആയിട്ട് വരയ്ക്കുന്ന ഒരു ഇമാജിനറി ലൈൻ ആണ് എന്താ, നോർമൽ എന്ന് പറയുന്നത് അല്ലേ. സോ ഐ എം ഡ്രോയിങ് മൈ നോർമൽ. ഓക്കെ, ആൻഡ് ഐ എം ഡിനോട്ടിങ് ദ ലെറ്റർ N. നോർമലിനെ N എന്ന് പറയുന്ന ലെറ്റർ ആയിട്ടാണ് എന്താ ഡിനോട്ട് ചെയ്യുക. ഇനി എൻ്റെ ഈ ഒരു പോയിന്റിലേക്ക് ദ ഇൻസിഡന്റ് റേ ഈസ് കമ്മിങ്. എവിടെയാണ് ഇൻസിഡന്റ് റേ? നമ്മൾ എങ്ങനെയാ വരയ്ക്കുക ഇൻസിഡന്റ് റേ? ദിസ് ഈസ് മൈ ഇൻസിഡന്റ് റേ. ഓക്കെ, ആൻഡ് എൻ്റെ ഈ സർഫസിലേക്ക് റേ വരുന്നു, തട്ടി തെറിച്ചു പോകുന്നു. This is my reflected ray. This is my reflected ray. അങ്ങനെയാണെങ്കിൽ ഇത്ര കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പഠിച്ചല്ലോ. This is incident ray and this is reflected ray. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. And this is normal. Okay, and നിങ്ങൾ നോക്കുക, see ഇവിടെ ഞാൻ സർഫസ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഇങ്ങനെ ഒരു ലൈൻസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തിനാണ് ഞാൻ അങ്ങനെ ഒരു ലൈൻസ് കൊടുക്കേണ്ട ആവശ്യം? എന്നാൽ ഈ ഭാഗത്ത് ഞാൻ ഈ ലൈൻസ് കൊടുത്തിട്ടുണ്ടോ? ഇല്ല അല്ലെ. ദാറ്റ് മീൻ നമുക്ക് നമ്മുടെ ലൈറ്റ്, ദ ഫിനോമിന റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ഫിനോമിന ആക്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ സർഫസ് സ്മൂത്ത് ആയിരിക്കണം. എന്താണ്? നമ്മുടെ സർഫസ് എന്തായിരിക്കണം? സ്മൂത്ത് ആയിരിക്കണം എന്ന് ഓർത്ത് വെക്കുക. നമുക്ക് ലേറ്റർ നമ്മൾ പഠിക്കും. സോ ഈ കാര്യങ്ങൾ ഓർത്ത് വെക്കുക. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഇൻസിഡന്റ് റേ,
reflected ray and normal. Okay, അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്? എന്താണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞു നിങ്ങൾ 3 കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാപ്റ്റർ മൊത്തം നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്താണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നോക്കുക. വെരി സിമ്പിൾ. ഈ റേ ഡയഗ്രത്തിലേക്ക് ഒന്ന് നോക്കുക. ദിസ് ഈസ് അവർ നോർമൽ ആൻഡ് ദിസ് ഈസ് അവർ ഇൻസിഡന്റ് റേ ആൻഡ് വി ഹാവ് an angle like, see, നിങ്ങൾക്ക് ഇവിടെ ഒരു ആംഗിൾ കാണാലോ. നോർമലും ആംഗിൾ ഓഫ് ഇൻസിഡൻസും തമ്മിൽ ഒരു ആംഗിൾ കാണാലോ നമുക്ക് അവിടെ. സോറി, ഇൻസിഡന്റ് ആംഗിളും ഇൻസിഡന്റ് റേയും നോർമലും തമ്മിൽ നമുക്കൊരു ആംഗിൾ കാണാം. ദാറ്റ് ആംഗിൾ is known as angle of incidence. Very simple. The angle between normal and incident ray. എന്താണ്? The angle between normal and incident ray. നമ്മുടെ ഇൻസിഡന്റ് റേയും നമ്മുടെ നോർമലും തമ്മിലുള്ള ആ ഒരു പെർട്ടിക്കുലർ ആംഗിളിനെ നമ്മൾ ഇനി വിളിക്കാൻ പോകുന്നത് എന്താണ്? Angle of incidence. That is denoted by the letter small letter I. Okay, ഇനി നമ്മൾ എന്താ വിളിക്കാൻ പോവാ? That is small letter I. That mean its angle of incidence. Okay, അങ്ങനെയാണെങ്കിൽ what about the angle of reflection? എന്താണ് angle of reflection എന്ന് പറയുന്നത്? നോക്കാം. We have another angle also, അല്ലെ? നമുക്ക് ഇവിടെ വേറൊരു ആംഗിൾ കൂടെ ഉണ്ട്. എവിടെയാണ്? Between normal and yes, reflected ray. നമ്മുടെ നോർമലും റിഫ്ലക്റ്റഡ് റേയും തമ്മിൽ ഒരു ആംഗിൾ ഉണ്ട് അല്ലെ? നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. യെസ്, ആ ആംഗിളിന് നമ്മൾ ഇനി മുതൽ പറയാൻ പോകുന്ന പേരാണ് എന്താ? ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ദാറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ ആർ. Okay, the angle between the normal and the reflected ray is known as the angle of reflection. ഇനി മുതൽ നമ്മൾ എങ്ങനെയാണ് ആംഗിൾ I എന്ന് പറഞ്ഞാൽ ഓർത്ത് വെക്കുക, that is angle of incidence. Then ആംഗിൾ R എന്ന് പറഞ്ഞാൽ ഓർത്ത് വെക്കുക, that is angle of reflection. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. സോ വെരി സിമ്പിൾ. അപ്പൊ 3 കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കും. ഓക്കെ, പഠിക്കാൻ പറ്റുന്നില്ലേ? ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾ വീഡിയോ കാണാം, അപ്പൊ കൃത്യമായിട്ട് മനസ്സിലാകും. ഓക്കെ, ഇതൊക്കെ സിമ്പിൾ ആണ്, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. നിങ്ങൾ ചിലപ്പോൾ ഓൾറെഡി പഠിച്ച എല്ലാവർക്കും അറിയുന്ന കാര്യമാകാം, ജസ്റ്റ് കേട്ടിരിക്കുക. ഓക്കെ, അപ്പൊ ഇത് കേൾക്കുക, ബൈ ഹാർട്ട് ചെയ്ത് മനസ്സിൽ ഉറപ്പിച്ചു വെക്കുക. സോ ദിസ് ഇസ് എ വെരി ബേസിക് തിങ്. നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ, നോർമൽ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അങ്ങനെ 5 കാര്യങ്ങൾ നമ്മൾ ദ ബേസിക് ഓഫ് ലൈറ്റ്. ഓക്കെ, നമ്മൾ ലൈറ്റിനെ പറ്റി ഏറ്റവും ബേസിക് കാര്യങ്ങൾ നമ്മളിപ്പോൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അതിലൊരു സംശയവുമില്ല. സോ നമ്മൾ ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാൻ പോകുന്ന കാര്യമാണ് ദ ലോ ഓഫ് റിഫ്ലക്ഷൻ. നമ്മൾ റിഫ്ലക്ഷൻ എന്താണെന്ന് പറഞ്ഞു. റിഫ്ലക്ഷൻ ഇറ്റ്സ് എ ഫിനോമിന ഓഫ് ലൈറ്റ്. നമ്മുടെ ലൈറ്റിന്റെ ഒരു ഫിനോമിനയാണ് എന്താ? റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ വി ഹാവ് എ ലോ ഓഫ് റിഫ്ലക്ഷൻ. വി ഹാവ് 2 ലോ. നമുക്ക് 2 ലോസ് ആണുള്ളത്, ബട്ട് വെരി സിമ്പിൾ. ഓക്കെ, 2 സിമ്പിൾ ആയിട്ടുള്ള ലോസ് ആണ് റിഫ്ലക്ഷനിൽ ഉള്ളത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്താണ് ഈ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്? വാട്ട് ഈസ് റിഫ്ലക്ഷൻ ആക്ച്വലി? ഇറ്റ്സ് എ വെരി സിമ്പിൾ തിങ്. ഒന്നുമില്ല, നമ്മുടെ ലൈറ്റ് ചില സർഫസ് ആണ്, ഒരു പെർട്ടിക്കുലർ സർഫസ് ആണ്, എല്ലാ സർഫസും എന്ന് പറയുന്നില്ല. ചില സർഫസുകളിൽ നമ്മുടെ ലൈറ്റ്, സർഫസ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റുകളാകാം, മെറ്റീരിയൽസ് ആകാം, എനിത്തിങ്. ഓക്കെ, ചിലപ്പോൾ നമ്മുടെ ബോഡി ആകാം, നമ്മുടെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള നമ്മളൊരു സാരി ധരിച്ചിട്ടുണ്ടെങ്കിൽ, നല്ല സ്മൂത്ത് ആയിട്ടുള്ള നമ്മുടെ കയ്യിലൊരു വളയുണ്ടെങ്കിൽ അവിടെയൊക്കെ എന്ത് നടക്കാം? റിഫ്ലക്ഷൻ നടക്കാം. ഓക്കെ, സോ ഈ അങ്ങനെ ഒരു പിന്നെ പെർട്ടിക്കുലർ ഒബ്ജക്റ്റ് അങ്ങനെയൊന്നല്ല, ഏത് ഒബ്ജക്റ്റിലും നടക്കാം. ബട്ട് ഒരു കാറ്റഗറി ഉണ്ട്, ദാറ്റ് ഷുഡ് ബി സ്മൂത്ത്. നമ്മുടെ സർഫസ് എന്ന് പറഞ്ഞ എന്തായിരിക്കണം? സ്മൂത്ത് ആയിരിക്കണം. ഓക്കെ, എന്നാൽ മാത്രമേ അവിടെ റിഫ്ലക്ഷൻ നടക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ എന്താണ് ആക്ച്വലി റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്? ഒന്നുമില്ല, സർഫസ് സ്മൂത്ത് ആണെങ്കിൽ നമ്മളിപ്പോ വഴുതി പോകുന്നു പറയല്ലോ, അതുപോലെ തന്നെ വളരെ സ്മൂത്ത് ആണ് നമ്മുടെ സർഫസ് എങ്കിൽ നമ്മുടെ ലൈറ്റ് തട്ടിത്തെറിച്ചു പോകും. ഓക്കെ, എന്താണ്? ജസ്റ്റ് ലൈക്ക് ആ ബോൾ. എൻ്റെ കയ്യിലൊരു ബോൾ ഉണ്ടെന്ന് വിചാരിക്കാം. ഈ ബോൾ ഞാൻ എൻ്റെ ഈ ഒരു സർഫസ് അല്ലെ എൻ്റെ ഈ സ്ക്രീനിലേക്ക് ഞാൻ എറിയാണ്. എന്താ സംഭവിക്കുക? അത് തട്ടിത്തെറിച്ചു പോകും അല്ലെ? അതുപോലെ തന്നെ ലൈറ്റും എന്ത് ചെയ്യും? തട്ടിത്തെറിച്ചു പോകും. എങ്ങനെയാണെങ്കിൽ? അത് സ്മൂത്ത് ആണെങ്കിൽ.
നമ്മുടെ സർഫസ് സ്മൂത്ത് ആണെങ്കിൽ നമ്മുടെ ലൈറ്റ് എന്ത് ചെയ്യും? ബൗൺസ് ബാക്ക് ചെയ്ത് പോകും. അങ്ങനെ ബൗൺസ് ബാക്ക് ചെയ്ത് പോകുന്ന ആ ഒരു ഫിനോമിനയ്ക്ക് പറയുന്ന പേരാണ് എന്താ? റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ റിഫ്ലക്ഷന് കുറച്ച് ലോസ് ഉണ്ട്. ദാറ്റ് മീൻ വെരി ടു ലോ. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള 2 ലോസ് ആണ് റിഫ്ലക്ഷൻ ഉള്ളത്. അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, ദ ലോസ് ഓഫ് റിഫ്ലക്ഷൻ. ദ ലോസ് ഓഫ് റിഫ്ലക്ഷൻ. നമ്മൾ ആദ്യത്തെ ലോ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ദ ഫസ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലോ ആണ് ദ ഫസ്റ്റ് ലോ. ഓക്കെ, അപ്പൊ നമ്മൾ 5 കാര്യങ്ങൾ പഠിച്ചു എന്ന് മനസ്സിലോർത്ത് വെക്കുക. ഏതൊക്കെയാണ്? ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ, നോർമൽ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഈ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. ഇത് വെച്ച് നമ്മൾ ലോ പഠിക്കാൻ പോവാണ്. ദ ഫസ്റ്റ് ലോ. ശ്രദ്ധിക്കുക. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് is always equal to angle of reflection. എന്താ പറയുന്നത്? Angle of incidence is always equal to the angle of reflection. So എന്താണ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് is equal to angle of reflection. എവിടെയാണ് ഈ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻസും ആംഗിളും അല്ലെങ്കിൽ ഇൻസിഡന്റ് ആംഗിളും ഒക്കെ ഉള്ളത്? എവിടെയാണ് നോക്കാം. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നമുക്ക് എവിടെയോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇവിടെ കാണാൻ സാധിക്കുക? യെസ്, ഇതാണ് അല്ലെ. ഇതാണ് നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. എവിടെയാണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ? ദിസ് ഈസ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഇത് എന്തായിരിക്കും എന്നാ പറയുന്നത്? വിൽ ബി സെയിം ഓർ ഈക്വൽ. എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഒരു റിഫ്ലക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റില് റിഫ്ലക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ലോ എന്താ പറയുന്നത്? അവിടെയുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും എന്ത് തന്നെയായിരിക്കും? വിൽ ബി സെയിം. ദാറ്റ് മീൻ ഇഫ് യുവർ ആംഗിൾ ഇസ് 40 degree, ഓക്കെ, ജസ്റ്റ് ഇമാജിൻ നിങ്ങൾ ഒരു 40 ഡിഗ്രിയിൽ 40 ഡിഗ്രിയിലാണ് ഒരു റേ ഓഫ് ലൈറ്റ് എൻ്റെ ഈ ഒരു മിററിലേക്ക് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. മിററിലേക്ക് ഫോൾ ചെയ്യിക്കുന്നതെന്ന് വിചാരിക്കുക. മിറർ ഇസ് ദ മോസ്റ്റ് സ്മൂത്ത് സർഫസ്. വളരെ സ്മൂത്ത് സർഫസ് ആണ്. ഏറ്റവും നന്നായിട്ട് റിഫ്ലക്ഷൻ നടക്കുന്ന, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, വളരെ മനോഹരമായിട്ടുള്ള ഏറ്റവും നല്ല സർഫസ് ആണ് എന്താ? മിറർ. അപ്പൊ അവിടെ എന്ത് നടക്കും? റിഫ്ലക്ഷൻ നടക്കും എന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഈ റിഫ്ലക്ഷൻ നടക്കുമെങ്കിൽ റിഫ്ലക്റ്റഡ് ആംഗിൾ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്തായിരിക്കും? ഇത് 40 ആണെങ്കിൽ തീർച്ചയായും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും എന്ത് തന്നെയായിരിക്കും? 40 ഡിഗ്രി ആയിരിക്കും. ബിക്കോസ് ലോ അങ്ങനെയാണ് പറയുന്നത്. നമ്മൾ ഈ ലോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത്? കുറെ എക്സ്പെരിമെന്റിൽ ചെയ്താണ് ലോ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നോക്കുക, നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 40 ആണെങ്കിൽ റിഫ്ലക്റ്റഡ് ആംഗിൾ എന്തായിരിക്കും? ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്തായിരിക്കും? ദാറ്റ് ഷുഡ് ബി 40 ഡിഗ്രി. If my reflected ray is 30 degree, എൻ്റെ 30 ഡിഗ്രി ആണെന്ന് നമ്മൾ ജസ്റ്റ് ക്വസിൽ തന്നിട്ടുണ്ട്. And what about the angle of incident? Angle of incident എന്തായിരിക്കും? 30 ആയിരിക്കും. Okay, that means the angle I will be equal to angle R. Angle of incidence angle of reflection എന്ത് തന്നെയായിരിക്കും? will be equal. അവർ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. Angle of incidence 60 ആണെങ്കിൽ റിഫ്ലക്ഷനും എന്ത് തന്നെയായിരിക്കും? 60 തന്നെയായിരിക്കും. 60 ഡിഗ്രി തന്നെ ആയിരിക്കും. Clear? This is the first law. Angle of incidence is equal to angle of reflection. Then the second law, very important, the second law, the incident ray, the normal and at the point of incidence and the reflected ray all lies in a same plane. ഇവരൊക്കെ എന്തായിരിക്കും? ഇവരെല്ലാം ഒരേ പ്ലെയിനിൽ തന്നെ ആയിരിക്കും ലൈ ചെയ്യുക. എന്ന് വെച്ചാൽ നോക്കുക മക്കളെ, ഇൻസിഡന്റ് റേ വരുന്നു, ഈ ഒരു പ്ലെയിനിലാണ് വന്ന് അവസാനിക്കുന്നത്. ദിസ് ഇസ് ദ റിഫ്ലക്റ്റഡ് റേ. ഇതും ഈ പ്ലെയിനിൽ തന്നെയാണ് ഉള്ളത്. ഈ പ്ലെയിനിൽ നിന്ന് പുറത്തോ ഉള്ളിലോട്ടോ അല്ലെങ്കിൽ താഴേക്കോ അല്ല. ആൻഡ് ദ നോർമൽ, അതും എന്താണ്? ഈ പ്ലെയിനിൽ തന്നെയാണുള്ളത്. ദാറ്റ് മീൻ ദ ഇൻസിഡന്റ് റേ, നോർമൽ and the reflected ray all lies in a same plane. ഇവരൊക്കെ ഒരു ഒറ്റ പ്ലെയിനിലാണ്, ഒറ്റ സർഫസുകളിലായിട്ടാണ് എന്ത് ഉള്ളത്. വെരി ക്ലിയർ? ഈ എല്ലാ ഇതെന്താണ്? ദ ഇൻസിഡന്റ് റേ, നോർമൽ ആൻഡ് ദ റിഫ്ലക്റ്റഡ് റേ, ഇവരെല്ലാം എന്താണ്? ഒരു സെയിം പ്ലെയിനിൽ തന്നെയാണ്
ഉള്ളത്. ദിസ് ഇസ് ദ സെക്കൻഡ് ലോ. വെരി സിമ്പിൾ അല്ലേ? വാട്ട് അബൌട്ട് ദ ഫസ്റ്റ് ലോ? ഫസ്റ്റ് ലോ എന്താണ് പറയുന്നത്? ദ ഫസ്റ്റ് ലോ സേസ് അബൌട്ട് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വിൽ ബി ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ അല്ലേ? ആംഗിൾ I will be equal to ആംഗിൾ R. Then what about the second law? എന്താ സെക്കൻഡ് ലോ പറയുന്നത്? നമ്മുടെ ഇൻസിഡന്റ് റേയും നോർമലും റിഫ്ലക്റ്റഡ് റേയും എല്ലാം ഒരേ പ്ലെയിനിൽ തന്നെയാണ് ഉള്ളത്. ഓക്കെ, ദിസ് ഇസ് ദ വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് ഓർത്ത് വെച്ച് പഠിക്കാം. ഓക്കെ, സി ഇത് നമുക്ക് വേറൊരു പിക്ചറിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വാട്ട് ഇസ് ദിസ്? എന്താണിത്? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സി, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ദിസ് ഇസ് എ ലെറ്റർ. ഈ ലെറ്ററിനെ നമ്മൾ പറയുന്ന പേരാണ് തീറ്റ. എന്താ പറയാ? തീറ്റ. തീറ്റ മീൻസ് ഇറ്റ്സ് എൻ ആംഗിൾ. ഓക്കെ, ഇത് തീറ്റ എന്ന് പറയുന്നത് ഒരു ആൽഫബറ്റ് ആണ്. ആൻഡ് ദിസ് ഇസ് എ തീറ്റ. എന്താണ്? തീറ്റ എന്നാണ് പറയുക. തീറ്റ റെപ്രസെന്റ് ദ ആംഗിൾ. ആംഗിളിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതാണ് എന്ത്? അപ്പൊ തീറ്റ I എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. തീറ്റ R എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ ഹയർ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഈ തീറ്റ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. അപ്പൊ എന്താണ് ഈ തീറ്റ എന്ന് സംശയം വരരുത്. ഇറ്റ്സ് സേഡ് അബൌട്ട് ആംഗിൾ. ഓക്കെ, തീറ്റ മീൻസ് ആംഗിൾ. ഓക്കെ, സി, റിഫ്ലക്ഷൻ തന്നെ രണ്ട് ലോസ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. എന്താണ് നമ്മൾ പറഞ്ഞുകൊണ്ട് നോക്കുക? ദ ആംഗിൾ ഓഫ് റിഫ്ലക്റ്റഡ് റേ ഈസ് ഈക്വൽ ടു ദ ആംഗിൾ ഓഫ് ഇൻസിഡന്റ് റേ വിത്ത് റെസ്പെക്ട് ടു നോർമൽ. നോർമലിനെ അപേക്ഷിച്ച് ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും എന്ത് തന്നെയാണ്? സെയിം തന്നെ. നമുക്ക് ഇങ്ങനെയും എഴുതാം, ആംഗിൾ I വിൽ ബി ഈക്വൽ ടു ആംഗിൾ R. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും എഴുതാം, തീറ്റ I is equal to theta R. ഒക്കെ എന്ത് തന്നെയാണ്? ശരിയാണ് കേട്ടോ. തീറ്റ I is equal to, ഇങ്ങനെ നമുക്ക് എഴുതാം, തീറ്റ I will be equal to theta R. Okay, or angle I is equal to angle R. ഇതെല്ലാം ശരിയാണ്, ഒരു സംശയവും വേണ്ട, എല്ലാം ശരിയാണ്. Okay, then what about the second law? The incident ray, then reflected ray and the normal. ഇവരെല്ലാം എന്തായിരിക്കും? All lies in a same plane. ഒരേ പ്ലെയിനിൽ അവർ എന്ത് ചെയ്യും? സെയിം പ്ലെയിനിൽ ലൈ ചെയ്യുമെന്ന് ഓർത്ത് വെക്കാം. Then what about the third one? The incident and the reflected rays are on opposite sides of the normal. നമ്മുടെ ഇൻസിഡന്റ് റേയും നമ്മുടെ റിഫ്ലക്റ്റഡ് റേയും എപ്പോഴും എങ്ങനെ വേണം? ഓപ്പോസിറ്റ് സൈഡിലായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. നോർമലിന്റെ രണ്ട് വശത്തായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ക്ലിയർ ആണല്ലോ? ദിസ് ഇസ് ഓൾ അബൌട്ട് ലോസ് ഓഫ് റിഫ്ലക്ഷൻ. ഇതെല്ലാം എന്താണ്? ലോസ് ഓഫ് റിഫ്ലക്ഷൻ ആണ്. റിഫ്ലക്ഷന്റെ ഒരു പ്രധാനപ്പെട്ട ലോസ് ആണ്. ഓക്കെ, ദെൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ദിസ് ഇസ് എൻ ഇമേജ് ആണല്ലോ. ദിസ് ഇസ് എൻ ഇമേജ് അല്ലേ? ഈ ഇമേജ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. നിങ്ങൾക്ക് എന്താണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്? ഇനി എന്തെങ്കിലും ഒരു പെർട്ടിക്കുലാരിറ്റി നിങ്ങൾക്ക് കാണാൻ, എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു വ്യത്യാസം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ദിസ് ഇസ് ഒരു മനുഷ്യനാണ് അല്ലേ? ഈ മനുഷ്യൻ എന്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്? കണ്ണാടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പൊ അതിൽ എന്താണ് വ്യത്യാസം ഉള്ളത്? ഇറ്റ്സ് സെയ്ഡ് അബൌട്ട് എ പ്ലെയിൻ മിറർ. എന്താണ്? ഒരു പ്ലെയിൻ മിററിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് മിറേഴ്സിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കാം, ഒരു ഇമേജ്, നമ്മളൊരു മിററിന്റെ ഇമേജ് നമ്മൾ ഫോം ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഒരു വളരെ നമുക്ക് ഒരു പെർട്ടിക്കുലർ ഒരു ഫംഗ്ഷൻ നമുക്കിവിടെ നടക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സി, ദിസ് എ മിറർ. നിങ്ങൾ എല്ലാവരും കണ്ണാടിയിൽ നോക്കുമ്പോൾ നിങ്ങൾ റൈറ്റ് ഹാൻഡ് നിങ്ങൾ ഇങ്ങനെ റേസ് ചെയ്യുമ്പോൾ നമുക്ക് കണ്ണാടിയിൽ നമുക്ക് എങ്ങനെയാണ് കാണുന്നത്? ഈ ഭാഗത്തായിട്ടായിരിക്കും. ദാറ്റ് മീൻ ലാറ്ററലി നമുക്ക് ഇങ്ങനെയാണ് കാണുന്നതെങ്കിൽ നേരെ ജസ്റ്റ് ലാറ്ററലി ഇൻവേർട്ടഡ് ആയ രീതിയിലേക്ക് നമുക്ക് കാണാം അല്ലേ? ഇനി എൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ആണെങ്കിലോ എനിക്ക് ഈ ഭാഗത്ത് പൊക്കിയ പോലെ ആയിരിക്കും, ഇങ്ങനെ ഒരു രീതിയിലായിരിക്കും കാണാം അല്ലേ? ദാറ്റ് മീൻ അതിന് നമ്മൾ പറയുന്നതാണ്, ഇറ്റ്സ് എ പ്രോപ്പർട്ടി ഓഫ് നമ്മുടെ ഒരു പ്ലെയിൻ മിററിന്റെ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ പ്രോപ്പർട്ടിയാണ്. ദാറ്റ് ഈസ് ലാറ്ററൽ ഇൻവേർഷൻ. എന്താണ്? ലാറ്ററൽ ഇൻവേർഷൻ. ഓക്കെ, അപ്പോ നമുക്ക് മിറർ എന്ന് പറയുന്നത്
ഓക്കെ. ഇപ്പൊ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ഫിനോമിനയെ പറ്റിയാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ റിഫ്ലക്ഷൻ ഏറ്റവും മനോഹരമായിട്ട് നടക്കുന്ന ഒരു സർഫസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് മിറർ. ഏതാണ്? മിറർ. എന്തുകൊണ്ടാണ് ഞാൻ ഈ മിറർ ചൂസ് ചെയ്യാനുള്ള കാരണം? എന്തുകൊണ്ടായിരിക്കാം മിറർ ചൂസ് ചെയ്യാനുള്ള കാരണം? റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് മിറർ ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ടാണ് മിറേഴ്സ് ഞാൻ ഇങ്ങനെ ചൂസ് ചെയ്യാനുള്ള കാരണം? എന്തുകൊണ്ടായിരിക്കാം? നിങ്ങൾ ഓർത്ത് വെച്ചിട്ടുണ്ടോ? സി, നമ്മൾ എപ്പോഴും പറയും മിറർ റിഫ്ലക്ഷൻ ഏറ്റവും അനുയോജ്യമായ റിഫ്ലക്ഷൻ നടക്കണമെങ്കിൽ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. ഓക്കെ, ലൈറ്റിന്റെ റിഫ്ലക്ഷൻ നടക്കണമെങ്കിൽ നമുക്ക് എന്ത് ആവശ്യമുണ്ട്? മിറേഴ്സ് ആവശ്യമുണ്ട്. മിറേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും നന്നായിട്ട് മിറേഴ്സ് എന്തുകൊണ്ടാണ് ഞാൻ മിറേഴ്സ് ചൂസ് ചെയ്യാനുള്ള കാരണം? ബിക്കോസ് മിറേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? സ്മൂത്ത് ആണ്. എന്താണ്? അവര് വളരെ സ്മൂത്ത് ആണ്. സ്മൂത്ത് ആകും എന്താണ്? സർഫസ്, സ്മൂത്ത് സർഫസ് ആണ്. ഓക്കെ, അപ്പൊ എന്താണ്? പ്രോപ്പർ റിഫ്ലക്ഷൻ അവിടെ നടക്കും. എന്താണ്? പ്രോപ്പർ റിഫ്ലക്ഷൻ ടേക്ക് പ്ലേസ്. ഓക്കെ, അപ്പോ നമ്മളൊരു മിറർ ചൂസ് ചെയ്യുക, നമ്മൾ റിഫ്ലക്ഷൻ ഏറ്റവും അനുയോജ്യമായതാണ് എന്താ? മിറേഴ്സ് എന്ന് പറയുന്നത്. മിറേഴ്സ്, കണ്ണാടികള്. ഈ കണ്ണാടികൾ എന്താണ് നമ്മളിങ്ങനെ പറയാനുള്ള കാരണം? ബിക്കോസ് ദേ ആർ സ്മൂത്ത് സർഫസ്. അവരുടെ സർഫസ് എന്താണ്? സ്മൂത്ത് ആയിരിക്കും. അതുകൊണ്ട് തന്നെ പ്രോപ്പർ പെർഫെക്റ്റ് നമ്മുടെ റിഫ്ലക്ഷൻ എവിടെയാണ് നടക്കുക? ഈ മിറേഴ്സിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ വി ഹാവ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മിറേഴ്സ്. നമുക്ക് മിറേഴ്സ് എന്ന് പറയുന്നത് പല തരത്തിലുണ്ട്. ഓക്കെ, മിറേഴ്സ് എന്ന് പറയുന്നത് മക്കളെ പല തരത്തില് മിറേഴ്സ് ഉണ്ട്. ഓർത്ത് വെക്കുക, മിറേഴ്സ് എന്ന് പറയുന്നത് രണ്ട് തരത്തില് മിറേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും. ദാറ്റ് ഈസ് പ്ലെയിൻ മിറേഴ്സ് ആൻഡ് പ്ലെയിൻ മിറേഴ്സ് ആൻഡ് സ്പെറിക്കൽ മിറേഴ്സ്. എന്താണ്? പ്ലെയിൻ മിറേഴ്സ് ആൻഡ് spherical mirrors. What is plain mirror and what is spherical mirrors? എന്താണ് പ്ലെയിൻ മിറർ എന്ന് പറയുന്നത്? പ്ലെയിൻ മിറർ എന്ന് പറയുന്നത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള മിറേഴ്സ്. നമ്മൾ കണ്ണാടി, നമ്മൾ വീടുകളിലും നമ്മുടെ ഷോപ്പിംഗ് മാളുകളിലും നമ്മൾ ഡ്രസ്സ് നമ്മൾ ഇടുമ്പോൾ നമ്മൾ നോക്കുന്ന കണ്ണാടി, നമ്മുടെ പ്ലെയിൻ ആയിട്ടുള്ള കണ്ണാടി, നമ്മൾ എല്ലായിടത്തും നമ്മൾ നോർമലി കാണുന്ന കണ്ണാടി. ദാറ്റ് ഈസ് ദ പ്ലെയിൻ മിറർ. ഓക്കെ, എന്നാൽ വാട്ട് അബൌട്ട് ദി സ്പെറിക്കൽ മിറേഴ്സ്? സ്പെറിക്കൽ മിറേഴ്സ് എന്ന് പറയുന്നത് ഒരു കർവ്ഡ് ആയിരിക്കാം അല്ലെങ്കിൽ ബൾജ്ഡ് ആയിരിക്കും. ദാറ്റ് മീൻ ഒരു സ്പെറിക്കലി, ദാറ്റ് മീൻ ഇങ്ങനെ വളഞ്ഞോ ഉന്തിയോ നിൽക്കുന്ന കണ്ണാടികളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സ്പെറിക്കൽ മിറേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സ്പെറിക്കൽ മിറേഴ്സ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ള സ്പെറിക്കൽ മിറേഴ്സ് ഉണ്ട്. ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞു വെക്കാൻ പറയുകയാണ്. ദാറ്റ് ഈസ് അബൌട്ട് two types of spherical mirrors. രണ്ട് തരത്തിലുള്ള spherical mirrors ഉണ്ട്. ഓർത്ത് വെക്കുക. That is, the first one is concave. എന്താണ്? Concave. And the second one is convex. Okay? സ്പെറിക്കൽ മിറേഴ്സ് എത്ര ടൈപ്പ് ഉണ്ട്? കോൺകേവ് മിററും ഉണ്ട്, കോൺവെക്സ് മിററും ഉണ്ട്. കോൺകേവ് എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുന്ന മിററാണ്. കോൺവെക്സ് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് തള്ളിയിരിക്കുന്ന മിറേഴ്സിനെ അല്ലെങ്കിൽ ബൾജ്ഡ് ഔട്ട്സൈഡ് ആയിട്ടുള്ള മിറേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോൺവെക്സ്. ആൻഡ് ഉള്ളിലേക്ക് ഇൻവേർഡ് ആയിട്ട് കുഴിഞ്ഞിരിക്കുന്ന മിറേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ? കോൺകേവ് മിറേഴ്സ്. മിറേഴ്സിനെ പറ്റി അപ്പോൾ ഒരു ചെറിയൊരു അവലോകനം കിട്ടിയല്ലോ, ചെറിയൊരു കാര്യങ്ങൾ ഔട്ട്ലൈൻ കിട്ടിയല്ലോ അല്ലെ? മിറേഴ്സ്, നമ്മളിപ്പോ പഠിക്കുന്ന മിറേഴ്സ് എന്താണ്? പ്ലെയിൻ മിറേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഇപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്ലെയിൻ മിറർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ബ്യൂട്ടി പാർലർ, നമ്മുടെ ഷോപ്പിംഗ് മാൾസ്, നമ്മുടെ വീടുകളില്, നമ്മുടെ കയ്യിൽ, നമ്മുടെ ബാഗ്സിലൊക്കെയുള്ള കുഞ്ഞി കണ്ണാടി എന്ന് പറയുന്നത് ഏതാണ്? ഈ പ്ലെയിൻ മിറർ ആണ്. അതിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മളിപ്പോ പഠിക്കുന്നത്. അതിന്റെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു പ്രോപ്പർട്ടിയാണ് നമ്മളിപ്പോ പഠിക്കുന്നത്. നിങ്ങൾ നോക്കുക, ഒരു കണ്ണാടിയിൽ ഒരാൾ നോക്കുമ്പോൾ നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കുന്നത് നമ്മുടെ ഇമേജ് ആണ് അല്ലെ?
നമുക്ക് നമ്മുടെ ഞാനെന്ന് പറയുന്ന ഒബ്ജക്റ്റിന്റെ ഇമേജ് ആണ് എനിക്ക് കണ്ണാടിയിലൂടെ കാണുന്നത്. അങ്ങനെ ഞാൻ കണ്ണാടിയിലൂടെ കാണുമ്പോൾ എൻ്റെ ഇമേജിന് ഒരു പ്രത്യേകതയുണ്ട്. ദാറ്റ് ഈസ് ലാറ്ററൽ ഇൻവേർഷൻ. എൻ്റെ ഇമേജ് എങ്ങനെയായിരിക്കും? ലാറ്ററലി ഇൻവേർട്ടഡ് ആയിരിക്കും എൻ്റേത്. ദാറ്റ് മീൻ ഞാൻ എൻ്റെ റൈറ്റ് ഹാൻഡ് ആണ് ഞാൻ പൊക്കുന്നതെങ്കിൽ എനിക്ക് കാണാൻ സാധിക്കുന്നത് എന്താ? ഈ കണ്ണാടിയിൽ നോക്കുമ്പോൾ ഈ കണ്ണാടിയിലുള്ള ആളുടെ ലെഫ്റ്റ് പൊക്കുന്നതായിട്ടാണ് തോന്നുന്നത്. ആ ഒരു പെർട്ടിക്കുലർ ഇതിന് നമ്മൾ പറയുന്ന പേരാണ് എന്താ? ലാറ്ററൽ ഇൻവേർഷൻ. അപ്പൊ നമ്മുടെ പ്ലെയിൻ മിററിന്റെ ഒരു പെക്യുലാരിറ്റി, ഒരു പ്രത്യേകതയാണത്. എന്താ? ലാറ്ററൽ ഇൻവേർഷൻ. എന്താണ് ലാറ്ററൽ ഇൻവേർഷൻ? നമുക്ക് നോക്കാം. ഇഫ് ഇൻ എൻ ഇമേജ് ഫോംഡ് ബൈ എ മിറർ, ഏത് മിറർ ആയിരിക്കും മക്കളെ? പ്ലെയിൻ മിറർ. ഓക്കെ, അതിവിടെ സ്പെസിഫൈ ചെയ്യുന്നില്ല, നിങ്ങൾ ഓർത്ത് വെക്കുക പ്ലെയിൻ മിറർ എന്ന് ഒന്നും കൂടെ സ്പെസിഫൈ ചെയ്ത് ഓർത്ത് വെക്കാം. ഓക്കെ, ദ ലെഫ്റ്റ് ഓഫ് ദ ഓബ്ജെക്ട്, ഓർത്ത് വെക്കുക, ദ ലെഫ്റ്റ് ഓഫ് ദ ഓബ്ജെക്ട് appears on the right. നമ്മുടെ ലെഫ്റ്റ് എന്തായിരിക്കും? റൈറ്റ് ആയിട്ടായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. ആൻഡ് ദ റൈറ്റ് അപ്പിയേഴ്സ് ഓൺ ദ ലെഫ്റ്റ്. നേരെ ലാറ്ററലി ജസ്റ്റ് ഒന്ന് തല കുത്താന പോലെ. ഓക്കെ, റൈറ്റ് നമുക്ക് എന്താണ് തോന്നുക? ലെഫ്റ്റ് ആയിട്ട് തോന്നും. നമ്മുടെ ലെഫ്റ്റ് നമുക്ക് എന്തായിട്ട് തോന്നും? റൈറ്റ് ആയിട്ട് തോന്നും. ഇതിനെ നമ്മൾ പറയുന്നത് ദിസ് ഈസ് നോൺ ആസ് ലാറ്ററൽ ഇൻവേർഷൻ. ഇതെന്താണ്? ലാറ്ററൽ ഇൻവേർഷൻ. ഇത് നമ്മുടെ പ്ലെയിൻ മിററിന്റെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഓക്കെ, അപ്പൊ എന്താണ് ലാറ്ററൽ ഇൻവേർഷൻ? റൈറ്റ് നമുക്ക് എന്തായിട്ട് തോന്നും? ലെഫ്റ്റ് ആയിട്ട് തോന്നും. ആൻഡ് ലെഫ്റ്റ് അപ്പിയേഴ്സ് ഓൺ എ റൈറ്റ് എന്ന രീതിയിൽ ഇതിന് നമ്മൾ പറയുന്നതാണ് എന്ത് മക്കളെ? ലാറ്ററൽ ഇൻവേർഷൻ. ഈ പിക്ചർ നോക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. ഇന്ന് എന്തായാലും പോയിട്ട് എന്ത് ചെയ്യുക? കണ്ണാടിയിൽ നോക്കി ജസ്റ്റ് ഒന്ന് നിങ്ങളത് വിലയിരുത്തുക, അത് കൃത്യമാണോ എന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, കാണാൻ സാധിക്കുകയല്ല. നോക്കുക, ഞാൻ എൻ്റെ റൈറ്റ് ഹാൻഡ് ആണ് ഇവിടെ നോക്കുതാക്കുന്നത് അല്ലെ. ഞാൻ ജസ്റ്റ് റൈസ് ചെയ്തിരിക്കുന്ന എൻ്റെ റൈറ്റ് ഹാൻഡാ. പക്ഷേ ഞാൻ എൻ്റെ ഇമേജ് നിങ്ങൾ നോക്കുക, എൻ്റെ ഇമേജ് എന്താ കാണുന്നത്? ഇമേജിലുള്ള ആളുടെ ലെഫ്റ്റ് ഹാൻഡ് ആണ്. ഇപ്പൊ നീ ഇതേപോലെ തിരിഞ്ഞിരിക്കുകയാണെങ്കിൽ ആ തിരിഞ്ഞു നിൽക്കുന്ന ആളുടെ ലെഫ്റ്റ് ഹാൻഡ് റേസ് ചെയ്ത പോലെയാണ് നമുക്ക് തോന്നുക. Okay, so this is lateral inversion. ഇതിനെ നമ്മൾ എന്താണ് വിളിക്കുക? Lateral inversion. See, both hands എന്താണ്? ഒരേപോലെ നമുക്ക് തോന്നുക. പക്ഷെ അങ്ങനെയാണോ വേണ്ടത്? അപ്പൊ ഇത് നമ്മൾ lateral inversion എന്നാണ് നമ്മൾ പറയുക. Okay, clear? സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫസ്റ്റ് സെക്ഷനിൽ പഠിക്കാനുള്ളത്. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടല്ലോ അറിഞ്ഞിരുന്ന കാര്യങ്ങളാണ് എന്താ? ദ ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ ആൻഡ് നോർമൽ. ആൻഡ് നമ്മൾ ലോസ് പഠിച്ചു. അതിന്റെ കൂടെ തന്നെ പഠിച്ചൊരു കാര്യമാണ് എന്തായിരുന്നു? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഇത് 5 കാര്യങ്ങളും പഠിച്ചപ്പോൾ നമ്മൾ നമ്മുടെ 2 ലോസ് പഠിച്ചു അല്ലെ. എന്തായിരുന്നു നമ്മുടെ 2 ലോസ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ആംഗിൾ ഓഫ് ഇൻസിഡന്റ് 30 ആണെങ്കിൽ ഉറപ്പായിട്ടും റിഫ്ലക്ഷൻ എന്തായിരിക്കും? 30 ഡിഗ്രി തന്നെ ആയിരിക്കും. ആൻഡ് വാട്ട് അബൌട്ട് ദി സെക്കൻഡ് ലോ? എന്താണ് നമ്മുടെ സെക്കൻഡ് ലോ പറയുന്നത്? ദ ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ ആൻഡ് ദ നോർമൽ, ഇവരെല്ലാം എന്തായിരിക്കും? ഒരേ പ്ലെയിനിൽ തന്നെ ലൈ ചെയ്യുന്നു. സോ ഇത്ര കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ ഫസ്റ്റ് സെക്ഷനിൽ പഠിച്ചത്. ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ ദ സെക്കൻഡ് പാർട്ട്.